ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും EDU.comന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജി ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് അവയൊക്കെ കണ്ട് പഠിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് അല്ലേ. അതായത് മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെയായിരുന്നു എന്നുള്ള ചിത്രീകരണ സഹിതം നമ്മൾ പറഞ്ഞതാണ്. താഴെ പേജ് നമ്പർ 24 സൂചകങ്ങൾക്കനുസരിച്ച്, താഴെയുള്ള സൂചകങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാ സൂചകങ്ങളും ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് ആ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. മാതൃസസ്യങ്ങളുടെ ഫിനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പും എങ്ങനെയാണെന്നൊക്കെ അറിയാം നമുക്ക്. ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്ന പ്രകടമായിട്ടുള്ളതാണെന്ന് അറിയാം. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീനുകൾ അല്ലേ, ആ ഒരു പ്രതീകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണെന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മാതൃസസ്യം ഉയരം കൂടിയതായിരിക്കും, രണ്ടാമത്തെ മാതൃസസ്യം ഉയരം കുറഞ്ഞതുമായിരിക്കും അല്ലേ. അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒന്നാമത്തെ മാതൃസസ്യം ക്യാപിറ്റൽ ടി അല്ലേ, ഡബിൾ ടി ആയിരിക്കും. രണ്ടാമത്തെ മാതൃസസ്യം സ്മോൾ ടി ആയിരിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സൂചകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം തലമുറ സസ്യത്തിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും എങ്ങനെയാണെന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാം തലമുറ സസ്യത്തിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും എങ്ങനെയാണ്? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയത് എന്നുള്ള ആ ഒരു പ്രകടമായിട്ടുള്ള രൂപമായിരിക്കും അല്ലേ. ജീനോടൈപ്പ് എന്ന് പറയുകയാണെങ്കിലോ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത്തേതായിട്ട് പറയുന്ന സൂചകം ഏതാണ്? ഉയരം കൂടിയ മാതൃസസ്യത്തിൻ്റെയും ഒന്നാം തലമുറ സസ്യത്തിൻ്റെയും ജീനോടൈപ്പുകൾ. അപ്പോൾ ഉയരം കൂടിയ മാതൃസസ്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലേ. ഒന്നാം തലമുറ സസ്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിരിക്കും. ഇനി നാലാമതായിട്ട് പറയുന്നത് രണ്ടാം തലമുറയിലെ ഫിനോടൈപ്പ് അനുപാതം അല്ലെങ്കിൽ തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അനുപാതം 3 ഉയരം കൂടിയതും പിന്നെയോ 1 ഉയരം കുറഞ്ഞതുമായിരിക്കും നമുക്ക് കിട്ടിയ സസ്യം എന്ന് പറയുന്നത്. അപ്പോൾ 3:1 എന്നുള്ളതാണ് അല്ലേ. ഇനി ജീനോടൈപ്പിക് അനുപാതമുണ്ട്, അത് നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1:2:1 എന്നുള്ളതാണ് ആ ഒരു ജീനോടൈപ്പിക് അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ ഏരിയയിലോട്ടാണ്, പേജ് നമ്പർ 25 ഇവിടെ പറയുന്നുണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഗ്രിഗർ മെൻഡൽ കുറച്ച് അനുമാനങ്ങൾ അല്ലെങ്കിൽ നിഗമനത്തിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. ആ നിഗമനങ്ങളെ വിശകലനം ചെയ്തിട്ട് താഴെയുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം, അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കിയാലോ. ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് മെൻഡൽ എന്തൊക്കെ നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്, എന്തൊക്കെയാണ് മെൻഡലിൻ്റെ അനുമാനങ്ങളെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേതെന്തെയും മറിഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ എന്താ വിളിക്കുന്നത്? പ്രകട ഗുണം, ഡൊമിനൻ്റ് ട്രൈറ്റ് എന്നും, മറിഞ്ഞിരിക്കുന്നതിനെ ഗുപ്തഗുണം, റെസിസീവ് ട്രൈറ്റ് എന്നും പറയും. ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ എന്ത് ചെയ്യാറുണ്ട്? പ്രകടമാകാറുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ട്. തമ്മിൽ കൂടിക്കലരൂല, അത് വേർപിരിഞ്ഞിട്ട് ഉണ്ടാകും, വേറിട്ടാണ് നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകടഗുണമുള്ളവയുടെയും അതുപോലെ ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം എങ്ങനെയാണ്? 3:1 എന്നുള്ള അനുപാതത്തിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെൻഡലിൻ്റെ നിഗമനങ്ങൾ. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യങ്ങൾ ഉണ്ടായില്ല, എന്തുകൊണ്ട്? അങ്ങനൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു ഇടത്തരം സസ്യങ്ങൾ ഉണ്ടാവാത്ത? ഒന്നുകിൽ ഉയരം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഉയരം കുറവായിരിക്കും അല്ലേ. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് രണ്ടും കൂടി ചേരേണ്ടതല്ലേ. എന്തുകൊണ്ട് അങ്ങനെ ചേർന്നപ്പോൾ ഉണ്ടായില്ല? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? മെൻഡലിൻ്റെ അനുമാനം അനുസരിച്ച് എങ്ങനെയാണ് ഓരോ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തമായിട്ടുള്ള ജീനുകളും അല്ലെങ്കിൽ ആ ഘടകങ്ങളാണ് അല്ലേ, ഉയരം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള. അപ്പോൾ അവ തമ്മിൽ സങ്കരണം നടത്തുമ്പോൾ ഒരു ഘടകം അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള പ്രകടഗുണം അല്ലേ പൂർണ്ണമായി പ്രകടമാവുകയും ചെയ്യും. മറ്റേ ഘടകം അല്ലെങ്കിൽ ആ ഗുപ്തഗുണം
ഉള്ള അത് എങ്ങനെയായിരിക്കും? അതല്ലെങ്കിൽ ചെറുത് അല്ലേ, ഒന്നും ഉയരം കൂടുതൽ അല്ലെങ്കിൽ ഉയരം കുറവ് എന്നുള്ള പ്രകടഗുണം ഗുപ്തഗുണം നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അതിൽ ഗുപ്തഗുണമായിട്ടുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? മറക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവ പരസ്പരം എന്താവുന്നില്ല? കലർന്ന ഒരു ഇടത്തര രൂപം ഉണ്ടാകില്ല. അതുകൊണ്ട് ഉയരം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള സസ്യങ്ങളെ തമ്മിൽ സംകരണം നടത്തുമ്പോൾ ആദ്യ തലമുറയിൽ ഉണ്ടാകുന്നത് ഇടത്തരം അല്ലേ, ഉയരം കൂടിയ സസ്യങ്ങൾ മാത്രമാണ്. ഇടത്തരം ഉയരമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യില്ല? ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ആൻസറായിട്ട് പറയേണ്ടത് അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒന്നാം തലമുറയിൽ പ്രകടമാകാത്തത് എവിടെ വരുന്നുണ്ട്? രണ്ടാമത്തെ തലമുറയിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണത് എന്നാണ് ചോദിക്കുന്നത്. അറിയാം, ഈ ജീനുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ജോഡികളായിട്ടാണ് കാണപ്പെടുന്നതെന്ന് അറിയാം അല്ലേ. അങ്ങനെ ഓരോ ജോഡികളെയും ഓരോ ജീവിയിൽ ഒരുമിച്ച് ആണ് ഈ അല്ലെങ്കിൽ ഘടകങ്ങൾ അല്ലീലുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ്? പ്രകടമായിട്ടുള്ളതുകൊണ്ട് ഗുപ്തമായിട്ടുള്ളത് കാണാൻ കഴിയുന്നതുകൊണ്ട് കാണാൻ പറ്റാത്ത അലീലുകളും എന്തിലുണ്ട്? രണ്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രബല സ്വഭാവമുള്ളവ ഉണ്ടാവുമ്പോൾ ഗുപ്ത സ്വഭാവം എന്തായിരിക്കും? അതിൽ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രബല സ്വഭാവത്തിനായിരിക്കും അല്ലെങ്കിൽ പ്രകടമായിട്ടിരിക്കുന്നത് പ്രബല സ്വഭാവമായിരിക്കും, ഡൊമിനൻ്റ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും എവിടെ ഉണ്ടാവും? നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഉയരം കൂടിയതിനായിരിക്കും കുറച്ചും കൂടി ഡൊമിനൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാം തലമുറയിൽ എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഉയരം കുറഞ്ഞ അല്ലീൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി എങ്ങനെയാണ്? ഗുപ്തമായ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ അല്ലീലിൻ്റെ സ്മോൾ ടിയുടെ പ്രകടനം എന്താണ്? മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ F1 തലമുറയിൽ ഉയരം കുറഞ്ഞ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യില്ല? പുറമെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ രണ്ടാം തലമുറയായപ്പോഴേക്കും സ്മോൾ ടി എന്നുള്ള രണ്ട് ഗുപ്ത അല്ലീലുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ സ്വഭാവം അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത് എന്നുള്ള ആ സ്വഭാവം അവിടെ പ്രകടമായി വരുന്നുണ്ട്. കാര്യം എന്താണ്? അവിടെ ക്യാപിറ്റൽ ടി വരുന്നില്ല, രണ്ട് സ്മോൾ ടികളാണ് തമ്മിൽ കൂടിച്ചേരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ നമുക്കിങ്ങനെ ഓർമ്മയിൽ വരണം കേട്ടോ. അപ്പോൾ ഒന്നാം തലമുറയിൽ കാണാതിരുന്ന ഉയരം കുറഞ്ഞ സ്വഭാവം എവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്? രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഗുപ്തമായിട്ടുള്ള സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഒന്നാം തലമുറയിൽ നഷ്ടപ്പെടുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? പ്രബലമായിട്ടുള്ള സ്വഭാവം അവയെ മറച്ച് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് കൂടുമ്പോൾ അതാണ് അവിടെ നമുക്ക് പ്രകടമായി കാണുന്നത്. അപ്പോൾ രണ്ടാം തലമുറയിൽ ഗുപ്ത അല്ലീലുകൾക്ക് പരസ്പരം കൂടി ചേർന്നിട്ട് അവയുടെ സ്വഭാവം പ്രകടമാക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അതെന്താവും? അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് പറയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പേജ് നമ്പർ 25 ഡൈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഡൈ ഹൈബ്രിഡ് ക്രോസ് മെൻഡലിൻ്റെ രണ്ടാമത്തെ ലെവലാണ്. അതായത് അടുത്ത ഘട്ടത്തിൽ ഒരു ജോഡിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളെ അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? മോണോ ഹൈബ്രിഡ്, അതായത് ഒറ്റ ജോഡി വിപരീത കോശങ്ങളെയാണ് അദ്ദേഹം പരീക്ഷണ വിധേയമാക്കിയത് അല്ലേ. അപ്പോൾ ഇനി പറയുന്നത് 2 ജോഡിയാണ്, 2 ജോഡി വിപരീത ചെടികളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സസ്യത്തിൻ്റെ ഉയരവും വിത്തിൻ്റെ ആകൃതിയുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ്? സസ്യത്തിൻ്റെ ഉയരവും വിത്തിൻ്റെ ആകൃതിയാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 26 ചിത്രീകരണം 1.11 ഉണ്ട്. അപ്പോൾ അത് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് അല്ലേ. ഉദാഹരണത്തിന് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ ഉയരം മാത്രം അല്ലേ, അല്ലെങ്കിൽ ഉയരം കൂടിയ ചെടി ക്രോസ് ചെയ്തിട്ട് ഉയരം കുറഞ്ഞ ചെടി അല്ലേ. അപ്പോൾ ചെടിയുടെ ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തെ മാത്രം എന്ത് ചെയ്യുക? പഠിക്കുന്നത്. അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിലോ, ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ, ഒരേ സമയം 2 സ്വഭാവങ്ങളെ ഒന്നിച്ച് പഠിക്കുന്ന പരീക്ഷണമാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ ഏതൊക്കെയായിരിക്കും സ്വഭാവങ്ങളായിരിക്കും പഠിക്കുന്നത്? ചെടിയുടെ ഉയരവും പഠിക്കുന്നുണ്ട്, കൂടെ ചെടിയുടെ ആകൃതി അല്ലേ, അല്ലെങ്കിൽ വിത്തിൻ്റെ ആകൃതിയും കൂടിയാണ് പഠിക്കുന്നത്. അപ്പോൾ ചെടിയുടെ ഉയരം എന്ന് പറയുന്നത്, ഉയരം കൂടിയതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇംഗ്ലീഷിൽ വിളിക്കുന്ന ടോൾ എന്നാണ് അല്ലേ. അപ്പോൾ അതിനെ ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട്. ഉയരം കൂടിയതാവുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട്, അതായത് പ്രബല സ്വഭാവം, ഡൊമിനൻ്റ്, അല്ലെങ്കിൽ ഏതാണ് പ്രകട സ്വഭാവം പ്രകട ഗുണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഉയരം കുറഞ്ഞതാണെങ്കിലോ ഡ്വാർഫ്. ഏത് ലെറ്റർ കൊണ്ടാണ്? ടി എന്ന് പറയുന്നത് അല്ലേ. ടി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടി അല്ലേ, സ്മോൾ ലെറ്റർ ടി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെങ്ങനെയാണ്? റെസസീവ് അല്ലെങ്കിൽ ഗുപ്ത സ്വഭാവം എന്ന് പറയും. ചിത്രീകരണത്തിൽ ചെടികൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ടി കാണുന്നുണ്ട്, വേറൊരു ലെറ്ററും കൂടി കാണുന്നുണ്ടല്ലോ, ഏതാണ്? ആർ അല്ലേ. അപ്പോൾ ആർ സൂചിപ്പിക്കുന്നത് ഏതാണെന്നറിയോ? വിത്തിൻ്റെ ആകൃതിയാണ് ആർ സൂചിപ്പിക്കുന്നത്. വിത്തിൻ്റെ ആകൃതിയാണ് നമ്മൾ ആർ എന്നുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ള
അവർ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിപരീത ഗുണങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ സൂചിപ്പിക്കുന്നത് ഉരുണ്ട വിത്തിനെയാണ് കേട്ടോ. ഉരുണ്ട നല്ല തടിച്ച വിത്തിനെയാണ്, റൗണ്ടഡ് ആയിട്ടുള്ള വിത്തിനെയാണ് ക്യാപിറ്റൽ ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയായിരിക്കും? പ്രബല സ്വഭാവം, ഡൊമിനൻ്റ് ആയിരിക്കും, പ്രകട സ്വഭാവമായിരിക്കും അല്ലേ, എടുത്തു കാണിക്കുന്ന സ്വഭാവമായിരിക്കും ഏത് ഉരുണ്ട വിത്തിനുണ്ടാവുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ചുളിഞ്ഞ വിത്തുകളായിരിക്കും ഉണ്ടാവുക അല്ലേ, വ്രിങ്കിൾഡ് ആയിട്ടുള്ള വിത്തുകൾ, അതായത് ചുരുങ്ങിയ വിത്തുകളായിരിക്കും. ഇതിനെ നമ്മൾ സ്മോൾ ആർ എന്ന അക്ഷരം കൊണ്ടും നമ്മൾ സൂചിപ്പിക്കും. ഏതാണ്? സ്മോൾ ആർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും? ആ ഒരു പ്രബല നേരെ ഓപ്പോസിറ്റിലെ ഗുപ്ത ഗുണമായിരിക്കും അതിന് കാണിക്കുന്നത്. റെസസീവായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. എന്താ പറയാം, ക്യാപിറ്റൽ ടി ഉദ്ദേശിക്കുന്നത് ടോളാണ്, സ്മോൾ ടി ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും? ഉയരം കുറവ്, ഡ്വാർഫായിരിക്കും. പിന്നെ ക്യാപിറ്റൽ ആർ വിത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. വിത്തിൻ്റെ ആകൃതിയിലെ ഉരുണ്ട വിത്തിനെയാണ് ക്യാപിറ്റൽ ആർ കാണിക്കുന്നത്. സ്മോൾ ആർ ആണെങ്കിൽ ചുളിഞ്ഞ വിത്തിനെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ചിത്രീകരണം എങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പുതിയ ജനറേഷൻ വിത്തുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാവുന്നത്, തൈച്ചെടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ചിത്രീകരണത്തിൽ ഫസ്റ്റ് ഒരു ചെടി അല്ലേ, നല്ല ഉയരമുള്ള ഒരു ചെടിയുണ്ട്, പിന്നെ ഒരു നല്ല ഉരുണ്ട വിത്തും കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് എങ്ങനെയാണ്? ഉയരം കുറഞ്ഞൊരു ചെടിയുണ്ട്, ചെറിയൊരു ചുളുങ്ങിയ വിത്തുണ്ട് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്തത്? തമ്മിൽ ക്രോസ് ചെയ്തത്. അപ്പോൾ മെൻ്റൽ ആദ്യം എന്ത് ചെയ്തു? രണ്ട് ശുദ്ധമായ ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്തു. കൂടിയ ചെടിയും ഉരുണ്ട വിത്തും, പിന്നെ അപ്പുറത്ത് എന്തെടുത്തത്? ഉയരം കുറഞ്ഞ ചെടിയും ചുളുങ്ങിയ വിത്തും. ഇവ തമ്മിൽ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി വിപരീത ഗുണങ്ങളുള്ളതാണ് അല്ലേ, രണ്ട് ജോഡിയാണ്. ഇതെങ്ങനെയാണ്? വിപരീത ഗുണങ്ങളും ഉള്ളതാണ്. അങ്ങനെ അദ്ദേഹം ക്രോസ് ചെയ്തപ്പോൾ ആ ലെറ്റേഴ്സ് നോക്കൂ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആ റൗണ്ടിൽ കാണുന്ന ബ്ലൂ കളറിലുള്ള ലെറ്റേഴ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് ക്യാപിറ്റൽ ടി വന്നിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തു. പിന്നെയോ ക്യാപിറ്റൽ ആറും എടുത്തു അല്ലേ. ഇപ്പുറത്താണെങ്കിലോ സ്മോൾ ടിയും എടുത്തിട്ടുണ്ട്, സ്മോൾ ആറും എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവ രണ്ടും തമ്മിൽ കൂടിച്ചേർന്നു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ അല്ലേ. അങ്ങനെ ഒരു പുതിയൊരു സസ്യം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇവിടെ ക്യാപിറ്റലാണ് വന്നിട്ടുള്ളത്, ക്യാപിറ്റൽ ടിയും വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആറും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രകട സ്വഭാവം അവിടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ പ്രകട സ്വഭാവം എന്ന് പറഞ്ഞാൽ കാണിക്കാം അല്ലേ. അപ്പോൾ ഉയരത്തെ അവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഉരുണ്ട വിത്തിനെയും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ചെടി ഉണ്ടായിരിക്കുക? ഫസ്റ്റ് ജനറേഷനിൽ, F1 ജനറേഷനിൽ ഈ രണ്ട് ബീജകോശങ്ങളും ക്യാപിറ്റൽ ടിയും ആറും സ്മോൾ ടിയും ആറും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ തലമുറയിലെ എല്ലാ ചെടികളും എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നിങ്ങനെയുള്ള ജനിതക ഘടനയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജനിതക ഘടനയുള്ളവരായിരിക്കും ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുക. ക്യാപിറ്റൽ ടി വന്നാൽ പിന്നെ സ്മോൾ ടി വരണം, പിന്നെ ക്യാപിറ്റൽ ആർ വന്നാൽ പിന്നെ സ്മോൾ ആർ വരണം. അങ്ങനെയുള്ള ഒരു ജനറേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇവയെല്ലാം എങ്ങനെയായിരിക്കും? അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടികളായിരിക്കും അല്ലേ. കാരണം ടിയും ആറും അവിടെ പ്രബല സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലേ, ഉയരം കൂടിയതിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഉരുണ്ട വിത്തിനെയും കാണിക്കുന്നുണ്ട്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. മെൻ്റലിൻ്റെ ഡൈഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. മാതൃസസ്യങ്ങളായിട്ടുള്ള ഉയരം കൂടിയ തൈച്ചെടിയും ഉരുണ്ട വിത്തും തമ്മിൽ ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് എങ്ങനെയാണ്? ഉയരം കുറഞ്ഞ ചെടിയും ചുളുങ്ങിയ വിത്തും തമ്മിൽ മറ്റൊരു ഭാഗത്ത്, അത് തമ്മിൽ എന്ത് ചെയ്തു? ക്രോസ് ചെയ്താൽ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും സ്മോൾ ടിയും സ്മോൾ ആറും ആണ് അതിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ തമ്മിൽ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ടീൻ്റെ കൂടെ സ്മോൾ ടി, പിന്നെ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ സ്മോൾ ആറും കൂടി വന്നാൽ എങ്ങനെയാണ് പുതിയൊരു F1 ജനറേഷൻ എന്ന് പറയുന്നത്? ഉയരം കൂടിയ ചെടിയും നല്ല ഉരുണ്ട വിത്തുകളുമുള്ള ഒരു ചെടിയായിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുന്നത്. ഈ ഒരു ജനറേഷനിൽ നമുക്ക് ചുളുങ്ങിയ വിത്തുകൾ അതുപോലെ ഉയരം കുറഞ്ഞ ചെടികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മോണോ ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് റിസൾട്ട് കിട്ടിയത് അല്ലേ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഉയരം കൂടിയ ചെടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി സെക്കൻഡ് ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ജനറേഷൻ നമ്മൾ അവിടെ എങ്ങനെയാണ് ചെയ്തത്? അവിടെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? സ്വപരാഗണം നടത്തിയപ്പോൾ ആ ഒരു വർഗീകരണത്തിൽ എങ്ങനെയാണ് കിട്ടിയത്? അതിൽ നമുക്ക് വേറെ ചെറിയ ചെടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. സെൽഫ് പോളിനേഷനാണ് അവിടെ നടക്കുന്നത്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം പരാഗണം. ഒന്നാം തലമുറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഒന്നാമത്തെ ജനറേഷനിൽ കിട്ടിയത് ആ ഒരു നമ്മൾക്ക് കിട്ടിയ ആ ഒരു പ്രതീകങ്ങളുണ്ടല്ലോ, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ നമുക്ക് F2 തലമുറ കിട്ടുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R, TR, ദെൻ ക്യാപിറ്റൽ T, സ്മോൾ r, ദെൻ സ്മോൾ t, ക്യാപിറ്റൽ R, ദെൻ സ്മോൾ t, സ്മോൾ r. ഇങ്ങനെയുള്ള ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ 4 തരം ബീജകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ F2 തലമുറയിൽ പലതരം സ്വഭാവങ്ങളുള്ള ചെടികളുണ്ടാവുമെന്ന് നമുക്കറിയാം അല്ലേ. ഇത് സാധാരണയായിട്ട് നമുക്ക് ഒരു പുനർ സ്ക്വയർ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും നമുക്കല്ലേ അതിൻ്റെ മുകൾ ഭാഗത്തും ഉണ്ട്, ഇടത് ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവ രണ്ടും കൂടിയിട്ട് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ഉയരം കൂടിയത് ഉരുണ്ട വിത്ത് എന്നുള്ള ആ ഒരു പ്രത്യേകതയോട് കൂടിയത് കിട്ടും അല്ലേ. ഇനി രണ്ടാമത്തെ കോളം മുകളിലുള്ളത് ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും കൂടി ചേർന്നിട്ട്, പിന്നെ താഴെ ഫസ്റ്റ് കോളത്തിൽ തന്നെ ഇടതുവശത്തായിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ അതും കൂടി ചേർത്താൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. വീണ്ടും നമുക്ക് നോക്കാം. തേർഡ് കോളത്തിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ഇപ്പുറത്ത് സ്മോൾ ടി, ദെൻ ക്യാപിറ്റൽ ആർ, ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ദെൻ സ്മോൾ ആർ. ദെൻ സെക്കൻഡ് കോളത്തിൽ വരുമ്പോൾ മുകളിലുള്ള ക്യാപിറ്റൽ ടി, ദെൻ സൈഡിലുള്ള ക്യാപിറ്റൽ ടി, ദെൻ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. തേർഡ് കോളത്തിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. ദെൻ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ ലാസ്റ്റ് ലൈൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. ദെൻ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ ലാസ്റ്റ് വൺ സ്മോൾ ടി, സ്മോൾ ആർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പുനർ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ 4 ബീജകോശങ്ങളെയും ഒരു വശത്തും മറ്റേ 4 ബീജകോശങ്ങളെയും മറുവശത്തും എഴുതിയിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 16ഓളം സാധ്യതകൾ, തൈച്ചെടി വളരാനുള്ള 16ഓളം സാധ്യതകൾ നമുക്കിവിടെ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെങ്ങനെയാണ് വരുന്നത്, ക്രോസ് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്കിതിൽ സ്മോൾ ലെറ്റേഴ്സ് വരുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു തൈച്ചെടി ആയിരിക്കും നമുക്കെന്ത് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ ഒരു സാധ്യത കാണിക്കുന്നത്, അല്ലെങ്കിൽ ചുളുങ്ങിയ വിത്തുകളുള്ള സാധ്യത കാണിക്കുന്നത്. ക്യാപിറ്റലൊക്കെ വരുന്നത് എന്തായിരിക്കും? ഉയരം കൂടിയ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇങ്ങനെ ഈ 16 സാധ്യതകളിൽ നിന്ന് നമുക്ക് ഏകദേശം 4 തരം സ്വഭാവ സവിശേഷതകളുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ളതുമായിട്ടുള്ളത് 9 എണ്ണം ഉണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9 എണ്ണം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ദെൻ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ദെൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പോൾ ഇത്രയും ഈ ഉയരം കൂടിയതും ഉരുണ്ട വിത്തുകളിലായിട്ടുള്ളത് അല്ലേ. പിന്നെ ഉയരം കൂടിയതും ചുളിഞ്ഞ വിത്തുകളുള്ളതുമായിട്ടുള്ള 3 എണ്ണം നമുക്ക് കാണാൻ പറ്റും. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, പിന്നെ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ അല്ലേ, അത് കിട്ടും. പിന്നെ ഉയരം കുറഞ്ഞതും ഉരുണ്ട വിത്തുള്ളതും വ്യത്യാസം വന്നു അല്ലേ, അതും നമുക്ക് 3 എണ്ണം കിട്ടുമല്ലോ. ഏതൊക്കെയാണത്? സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദെൻ അടുത്തത് ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുകളുമായിട്ടുള്ളത് ഒന്നേ കിട്ടുള്ളൂ അല്ലേ. ഏതൊക്കെയായിരിക്കും ഉയരം? ഒന്നേ അവിടെ വരുന്നുള്ളൂ. ഏതാണ്? സ്മോൾ ടി, സ്മോൾ ആർ ലാസ്റ്റ് വൺ അല്ലേ. അത് മാത്രമാണ് മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വരുന്നത്, ഏറ്റവും ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുള്ളതും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ F2 തലമുറയിലെ ഫിനോടൈപ്പിക് അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 9:3:3:1 എന്നായിരിക്കും. 9:3:3:1 അല്ലേ. അപ്പോൾ ആ ഒരു അനുപാത സംഖ്യയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം കേട്ടോ. അത് ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ ആ ഒരു അനുപാത സംഖ്യയാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ? രണ്ട് സ്വഭാവങ്ങളെ ഒന്നിച്ച് പഠിക്കുന്നതിനെയാണ് അല്ലേ. പിന്നെയോ പിന്നെന്താ പറഞ്ഞത്? മെൻ്റലിൻ്റെ പയർച്ചെടിയിലെ ഉദാഹരണങ്ങൾ അല്ലേ ഏതൊക്കെയാണ്? ഉയരവും പ്ലസ് വിത്തിൻ്റെ ആകൃതിയും അല്ലേ. വിത്തിൻ്റെ ആകൃതിയാണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷണം നടത്തി നമ്മൾ കണ്ടത്. പിന്നെന്താ നമ്മൾ ഈ ഒരു ഏരിയയിൽ പറഞ്ഞത്? F1 തലമുറയിൽ പെട്ടത് എങ്ങനെയായിരിക്കും? ഒക്കെ പ്രബല സ്വഭാവം കാണിക്കുന്നവയാണ് അല്ലേ. അല്ലെങ്കിൽ നല്ല കുറച്ച് ഡൊമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത് അല്ലേ. എക്സാമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇതിനെ പറയാം അല്ലേ. ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നമുക്ക് ആ ഒരു പ്രതീകങ്ങൾ വെച്ചുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ F1 തലമുറയിൽ എപ്പോഴും എന്താ കാണിക്കുന്നത്? പ്രബല സ്വഭാവങ്ങൾ കാണിക്കും. F2 തലമുറയിലാണെങ്കിലോ F2 തലമുറയിലാണെങ്കിൽ 4ഓളം സ്വഭാവങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞത് 9:3:3:1. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ ഈ പേജ് നമ്പർ 26 കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂചകങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മുകളിൽ ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് വായിച്ചു പോവാം. പരിഗണിച്ച സ്വഭാവങ്ങളും അവയുടെ വിപരീത ഗുണങ്ങളും. ഇതൊക്കെ സ്വഭാവങ്ങളാണ് മെൻ്റൽ തൻ്റെ പരീക്ഷണത്തിന് പരിഗണിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം. ഉയരം അല്ലേ, ഹൈറ്റും ആണ്. കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട് അല്ലേ. ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട്. പിന്നെ വിത്തിൻ്റെ ആകൃതി ഉണ്ടായിരുന്നു, സീഡ് ഷേപ്സ് ഉണ്ടായിരുന്നു. ഉരുണ്ടത് റൗണ്ട് ഷേപ്പിലുള്ളതും പിന്നെ ചുളുങ്ങിയത് അല്ലെ റിങ്കിൾഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ളതുമാണ്. പിന്നെ മാതൃസസ്യങ്ങളുടെ ഫിനോടൈപ്പും ജീനോടൈപ്പും രണ്ട് ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതൃസസ്യം 1 ഫിനോടൈപ്പ് എങ്ങനെയായിരിക്കും? ഉയരം കൂടിയതാണ് അല്ലേ, അതുപോലെ ഉരുണ്ട വിത്തും. അപ്പോൾ ജീനോടൈപ്പ് ആണെങ്കിലോ അതിൻ്റെ ആ ഒരു സിമ്പലുകൾ എങ്ങനെയാണ് വരുന്നത്? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R. മാതൃസസ്യം 2 എങ്ങനെയാണ്? ഫിനോടൈപ്പ് എങ്ങനെയാണ് അതിൻ്റെ? ഉയരം കുറഞ്ഞതും അതുപോലെ ചുളുങ്ങിയ വിത്തുമാണുള്ളത്. അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയാണ്? സ്മോൾ t, സ്മോൾ r. പിന്നെ 1ാം തലമുറയിലെ പ്രകടഗുണവും ഗുപ്തഗുണവും അല്ലേ. അപ്പോൾ പ്രകടഗുണം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഫിനോടൈപ്പ് എങ്ങനെയാണ്? ഉയരം കൂടിയതും ഉരുണ്ട വിത്തുകളുമായിരിക്കും. അതിൻ്റെ ജീനോടൈപ്പ് ആണെങ്കിലോ ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r എന്നുള്ള രൂപത്തിലായിരിക്കും. പിന്നീട് 1ാം തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന ബീജകോശങ്ങളുടെ അലീലുകൾ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R. രണ്ടാമത് ക്യാപിറ്റൽ T, സ്മോൾ r ഉണ്ടായിരിക്കും. പിന്നെ സ്മോൾ t, ക്യാപിറ്റൽ R വരാം. സ്മോൾ t, സ്മോൾ rഉം ഉണ്ടാവും. പിന്നീട് പറയുന്ന 2ാം തലമുറയിലെ സസ്യങ്ങളിലെ ഫിനോടൈപ്പുകൾ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ 4 തരത്തിലുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഉയരം കൂടിയതുണ്ടാവും, ഉരുണ്ട വിത്ത് ഉണ്ടാവും. പിന്നെ ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത് ഉണ്ടാവും. പിന്നെ ഉയരം കുറഞ്ഞതും ഉരുണ്ട വിത്ത് അല്ലേ ആ രൂപത്തിലുണ്ടാവും. ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തും. അങ്ങനെ 4 ടൈപ്പിലായിട്ട് നമുക്ക് ആ ഒരു ഫിനോടൈപ്പുകളെ നമുക്ക് കാണാൻ പറ്റും. ഉള്ള സൂചകം എന്ന് പറയുന്നത് മാതൃസസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2ാം തലമുറയിൽ കാണപ്പെടുന്ന ഫിനോടൈപ്പുകളും അവയുടെ ജീനോടൈപ്പുകളും ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫിനോടൈപ്പ് ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത് അല്ലേ ആ ടൈപ്പിലുണ്ടാവും. അതിൻ്റെ ജീനോടൈപ്പ് ആണെങ്കിലോ ക്യാപിറ്റൽ TT, സ്മോൾ r അല്ലേ. അല്ലെങ്കിൽ ക്യാപിറ്റൽ T, സ്മോൾ t, സ്മോൾ r അല്ലേ. ആ രൂപത്തിൽ നമുക്ക് ജീനോടൈപ്പുകളെ കാണാൻ പറ്റും. ഫിനോടൈപ്പ് ആണെങ്കിലോ ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത്. ജീനോടൈപ്പുകളാണെങ്കിൽ സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r. അങ്ങനെ അത്തരത്തിലും നമുക്ക് അത് ഫിനോടൈപ്പുകളെ കാണാൻ പറ്റും. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത് എന്താണ്? 2ാം തലമുറയിലെ ഫിനോടൈപ്പിക് അനുപാതം അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. 9:3:3:1 ആണ് 2ാം തലമുറയിലെ ഫിനോടൈപ്പിക് അനുപാതം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത പാർട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, സീ യു അഗെയിൻ.